നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആകുമ്പോൾ എഫ് ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള നമ്പർ തിയററ്റിക് ഫംഗ്ഷൻസിനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എ നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി മൾട്ടിപ്ലിക്കേറ്റീവ് ഇഫ് എഫ് ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ വെൻ എവർ എം ആൻഡ് എൻ ആർ റിലേറ്റീവ്ലി പ്രൈം. ഒരു ഫംഗ്ഷൻ എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ആവാനുള്ള കണ്ടീഷനിൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്താൽ എഫ് ഓഫ് എൻ വൺ ഇൻറ്റു എൻ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ ആർ ഈക്വൽ ടു എഫ് ഓഫ് എൻ വൺ ഇൻറ്റു എഫ് ഓഫ് എൻ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് എൻ ആർ വേർ എൻ വൺ എൻ ടു എക്സെട്ര എൻ ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ദാറ്റ് ആർ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം എന്ന് കിട്ടും. ഒരു നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ പ്രൈം പവേഴ്സിലുള്ള വാല്യൂസ് അറിയാം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ആ ഫംഗ്ഷനെ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുവാൻ സാധിക്കും. കാരണം എല്ലാ പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനെയും എൻ ഈക്വൽ ടു പി വൺ റേസ്റ്റ് കെ വൺ ഇൻറ്റു പി ടു റേസ്റ്റ് കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ്റ്റ് കെ ആർ ഇതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താവുന്നതാണ്. ഇതിൽ പി ഐകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് പി ഐ റേസ്റ്റ് കെ ഐകളെല്ലാം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ ഫംഗ്ഷൻ എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ പി ഐ റേസ്റ്റ് കെ ഐകളെല്ലാം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് എഫ് ഓഫ് എൻ ഈക്വൽ ടു എഫ് ഓഫ് പി വൺ റേസ്റ്റ് കെ വൺ ഇൻറ്റു എഫ് ഓഫ് പി ടു റേസ്റ്റ് കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് പി ആർ റേസ്റ്റ് കെ ആർ എന്ന് കിട്ടും. സോ ഫംഗ്ഷൻ എഫിൻ്റെ പ്രൈം പവേഴ്സിലുള്ള വാല്യൂസ് അറിഞ്ഞാൽ ആ ഫംഗ്ഷനെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എഫ് ഓഫ് എൻ ഈക്വൽ ടു 1 എന്നുള്ള കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. കാരണം ഏത് രണ്ട് ഇൻറ്റിജേഴ്സ് എമ്മും എന്നും ചൂസ് ചെയ്താലും എഫ് ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു 1ഉം എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ ഈക്വൽ ടു 1 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 1ഉം ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ ഫോർ എനി ടു ഇൻറ്റിജേഴ്സ് എം ആൻഡ് എൻ. ഇവിടെ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. സോ ഈ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഇതുപോലെ എഫ് ഓഫ് എൻ ഈക്വൽ ടു 0 എന്നുള്ള കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഇത് രണ്ടുമല്ലാതെ ഏതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ചൂസ് ചെയ്താലും അത് മൾട്ടിപ്ലിക്കേറ്റീവ് ആയിരിക്കുകയില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസിഡർ ദി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു 2, ദെൻ എഫ് ഓഫ് 3 ഈക്വൽ ടു 2, എഫ് ഓഫ് 5 ഈക്വൽ ടു 2, എഫ് ഓഫ് 3 ഇൻറ്റു 5 ഈക്വൽ ടു 2, എഫ് ഓഫ് 3 ഇൻറ്റു എഫ് ഓഫ് 5 ഈക്വൽ ടു 2 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 4. ഇവിടെ 3ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. ബട്ട് എഫ് ഓഫ് 3 ഇൻറ്റു 5 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 3 ഇൻറ്റു എഫ് ഓഫ് 5. സോ ഈ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ലെറ്റ് ജി ഓഫ് എൻ ഈക്വൽ ടു എൻ റേസ്റ്റ് കെ വെർ കെ ഇസ് എ ഫിക്സഡ് ഇൻറ്റിജർ. ദെൻ ജി ഒരു നമ്പർ തിയററ്റിക് ഫംഗ്ഷനാണ്. റിലേറ്റീവ്ലി പ്രൈമായ ഏതെങ്കിലും രണ്ട് ഇൻറ്റിജേഴ്സ് എമ്മും എന്നും ചൂസ് ചെയ്യുക. ദെൻ ജി ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു എം എൻ ഹോൾ റേസ്റ്റ് കെ വിച്ച് ഇസ് ഈക്വൽ ടു എം റേസ്റ്റ് കെ ഇൻറ്റു എൻ റേസ്റ്റ് കെ വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എം ഇൻറ്റു ജി ഓഫ് എൻ. ഇവിടെ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിലും ജി ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു ജി ഓഫ് എം ഇൻറ്റു ജി ഓഫ് എൻ ആണ്. സോ ഫംഗ്ഷൻ ജി ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിളിൽ ടോ ഫംഗ്ഷനും സിഗ്മ ഫംഗ്ഷനും മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് ഇൻറ്റിജേഴ്സ് സപ്പോസ് എം ഗ്രേറ്റർ ദാൻ 1 ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ 1. എമ്മിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എം ഈക്വൽ ടു പി വൺ റേസ്റ്റ് കെ വൺ ഇൻറ്റു പി ടു റേസ്റ്റ് കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ്റ്റ് കെ ആർ. അതുപോലെ എന്നിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എൻ ഈക്വൽ ടു ക്യൂ വൺ റേസ്റ്റ് ജെ വൺ ഇൻറ്റു ക്യൂ ടു റേസ്റ്റ് ജെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ക്യൂ എസ് റേസ്റ്റ് ജെ എസ്. ജി സി ഡി ഓഫ് എം കോമ എൻ ഈക്വൽ ടു 1 ആയതുകൊണ്ട് എമ്മിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള ഒരു പ്രൈമും എന്നിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഉണ്ടായിരിക്കുകയില്ല, നേരെ തിരിച്ചും. സോ എം ഇൻറ്റു എൻ എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഇതുപോലെ ആയിരിക്കും. എം എൻ ഈക്വൽ ടു പി വൺ റേസ്റ്റ് കെ വൺ ഇൻറ്റു പി ടു റേസ്റ്റ് കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ്റ്റ് കെ ആർ ഇൻറ്റു ക്യൂ വൺ റേസ്റ്റ് ജെ വൺ ഇൻറ്റു ക്യൂ ടു റേസ്റ്റ് ജെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ക്യൂ എസ് റേസ്റ്റ് ജെ എസ്. ദെൻ ഈ ചാപ്റ്ററിലെ സെക്ഷൻ 1-ലെ തിയറം 2 യൂസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് എം ഇൻറ്റു എൻ വിച്ച് ഇസ് ഈക്വൽ ടു ടോ ഓഫ് എം ഇൻറ്റു എൻ വിച്ച് ഇസ് ഈക്വൽ ടു k1 plus 1 into k2 plus 1 into etc. into kr plus 1 into j1 plus 1 into j2 plus 1 into etc. into js plus 1 ആയിരിക്കും. Tau of m equal to k1 plus 1 into k2 plus 1 into etc. into kr plus 1ഉം
tau of n equal to j1 plus 1 into j2 plus 1 into etc. into js plus 1 ആയതുകൊണ്ട് tau of m into tau of n tau of mn സെയിം ആണ്. ഇവിടെ m and n ഗ്രേറ്റർ ദാൻ 1 ആയിട്ടാണ് ചൂസ് ചെയ്തിരുന്നത്. ഇനി ഒന്നുകിൽ എമ്മോ അതല്ലെങ്കിൽ എന്നോ 1 ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ട്രിവിയലി tau of m into n ഈക്വൽ ടു tau of m into tau of n ആണ്. m ഈക്വൽ ടു 1 ആണെങ്കിൽ m into n ഈക്വൽ ടു n ആയിരിക്കും. tau of m ഈക്വൽ ടു tau of 1 ഈക്വൽ ടു 1 ആണ്. കാരണം 1ൻ്റെ നമ്പർ ഓഫ് പോസിറ്റീവ് ഡിവൈസേഴ്സ് 1 ആണ്. m into n ഈക്വൽ ടു n ആയതുകൊണ്ട് tau of m into n ഈക്വൽ ടു tau of n. Also tau of m into tau of n equal to 1 into tau of n which is equal to tau of n. So tau of m into n equal to tau of m into tau of n. ഇതുപോലെ n equal to 1 ആണെങ്കിലും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുമെന്ന് വെരിഫൈ ചെയ്യുവാൻ സാധിക്കും. സോ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ tau of m into n equal to tau of m into tau of n ആയിരിക്കും. സോ ദി നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ tau ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. ഇതുപോലെ എമ്മും എന്നും ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പ്രീവിയസ് കേസിൽ ഉള്ളതുപോലെ തിയറം 2 യൂസ് ചെയ്യുമ്പോൾ സിഗ്മ ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു p1 റേസ്റ്റ് k1 പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ p1 മൈനസ് 1 ഇൻറ്റു p2 റേസ്റ്റ് k2 പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ p2 മൈനസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pr റേസ്റ്റ് kr പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ pr മൈനസ് 1 ഇൻറ്റു q1 റേസ്റ്റ് j1 പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ q1 മൈനസ് 1 into q2 raised to j2 plus 1 minus 1 divided by q2 minus 1 into etc. into qs raised to js plus 1 minus 1 divided by qs minus 1 എന്ന് കിട്ടും. sigma of m equal to p1 raised to k1 plus 1 minus 1 divided by p1 minus 1 into p2 raised to k2 plus 1 minus 1 divided by p2 minus 1 into etc. into pr raised to kr plus 1 minus 1 divided by pr minus 1 sigma of n equal to q1 raised to j1 plus 1 minus 1 divided by q1 minus 1 into q2 raised to j2 plus 1 minus 1 divided by q2 minus 1 into etc. into qs raised to js plus 1 minus 1 divided by qs minus 1 ആയതുകൊണ്ട് സിഗ്മ ഓഫ് എം ഇൻറ്റു എന്നും സിഗ്മ ഓഫ് എം ഇൻറ്റു സിഗ്മ ഓഫ് എന്നും സെയിം ആയിരിക്കും. ഇവിടെ either m ഈക്വൽ ടു 1 ഓർ n ഈക്വൽ ടു 1 ആണെങ്കിൽ ട്രിവിയലായിട്ട് സിഗ്മ ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു സിഗ്മ ഓഫ് എം ഇൻറ്റു സിഗ്മ ഓഫ് എൻ എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. സോ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ സിഗ്മ ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു സിഗ്മ ഓഫ് എം ഇൻറ്റു സിഗ്മ ഓഫ് എൻ. സോ ഈ നമ്പർ തിയററ്റിക് ഫംഗ്ഷനും മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ദെൻ ഐഡൻറ്റിക്കലി സീറോ അല്ലാത്ത ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണ് എഫ് എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ആയിരിക്കുമെന്നാണ് നെക്സ്റ്റ് റിമാർക്കിൽ പറയുന്നത്. ഫംഗ്ഷൻ എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്നും ഐഡൻറ്റിക്കലി സീറോ അല്ല എന്നും അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ n സച്ച് ദാറ്റ് എഫ് ഓഫ് n നോട്ട് ഈക്വൽ ടു സീറോ. ദെൻ n ഈക്വൽ ടു n ഇൻറ്റു 1 ജി സി ഡി ഓഫ് n കോമ 1 ഈക്വൽ ടു 1 ആയതുകൊണ്ട് എഫ് ഓഫ് n ഈക്വൽ ടു എഫ് ഓഫ് n ഇൻറ്റു 1 ഈക്വൽ ടു എഫ് ഓഫ് n ഇൻറ്റു എഫ് ഓഫ് 1 ആയിരിക്കും. കാരണം എഫ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണ്. സോ എഫ് ഓഫ് n ഈക്വൽ ടു എഫ് ഓഫ് n ഇൻറ്റു എഫ് ഓഫ് 1. എഫ് ഓഫ് എൻ നോട്ട് ഈക്വൽ ടു സീറോ ആയതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും എഫ് ഓഫ് എൻ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ഐഡൻറ്റിക്കലി സീറോ അല്ലാത്ത ഒരു നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എം ഇൻറ്റു എന്നിൻ്റെ എല്ലാ ഡിവൈസേഴ്സിൻ്റെയും കളക്ഷനിൽ d1 ഇൻറ്റു d2 വേർ d1 ഡിവൈഡ്സ് m d2 ഡിവൈഡ്സ് n ആൻഡ് ജി സി ഡി ഓഫ് d1 d2 ഈക്വൽ ടു 1 ഈ ഫോമിലുള്ള എല്ലാ പ്രൊഡക്ട്സും ഉണ്ടായിരിക്കുമെന്നും അവയെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുമെന്നുമാണ് നെക്സ്റ്റ് ലെമ്മയിൽ പറയുന്നത്. ഇഫ് ജി സി ഡി ഓഫ് എം കോമ എൻ ഈക്വൽ ടു 1 ദെൻ ദി സെറ്റ് ഓഫ് പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് എം ഇൻറ്റു എൻ കൺസിസ്റ്റ് ഓഫ് ഓൾ പ്രൊഡക്ട്സ് d1 d2 വേർ d1 ഡിവൈഡ്സ് m d2 ഡിവൈഡ്സ് n ആൻഡ് ജി സി ഡി ഓഫ് d1 d2 ഈക്വൽ ടു 1. ഫർദർമോർ ദീസ് പ്രൊഡക്ട്സ് ആർ ഓൾ ഡിസ്റ്റിങ്ക്റ്റ്. എമ്മോ എന്നോ ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ലെമ്മ ട്രിവിയലായിട്ട് ഹോൾഡ് ചെയ്യും. സോ എമ്മും എന്നും ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് അസ്യൂം ചെയ്യുക. അവയുടെ പ്രൈം ഫാക്ടറൈസേഷൻസ് എം ഈക്വൽ ടു p1 റേസ്റ്റ് k1 ഇൻറ്റു p2 റേസ്റ്റ് k2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pr റേസ്റ്റ് kr ആൻഡ് n ഈക്വൽ ടു q1 റേസ്റ്റ് j1 ഇൻറ്റു q2 റേസ്റ്റ് j2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു qs റേസ്റ്റ് js ആണെന്ന് അസ്യൂം ചെയ്യുക. എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് എമ്മിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള ഒരു പ്രൈമും എന്നിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഉണ്ടായിരിക്കുകയില്ല, നേരെ തിരിച്ചും.
സോ എം ഇൻറ്റു എന്നിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഇതുപോലെ ആയിരിക്കും. എം ഇൻറ്റു എൻ ഈക്വൽ ടു പി വൺ റേസ്റ്റ് കെ വൺ ഇൻറ്റു പി ടു റേസ്റ്റ് കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ്റ്റ് കെ ആർ ഇൻറ്റു ക്യൂ വൺ റേസ്റ്റ് ജെ വൺ ഇൻറ്റു ക്യൂ ടു റേസ്റ്റ് ജെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ക്യൂ എസ് റേസ്റ്റ് ജെ എസ്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 1 തിയറം 1 അപ്ലൈ ചെയ്യുമ്പോൾ എം ഇൻറ്റു എന്നിൻ്റെ എല്ലാ പോസിറ്റീവ് ഡിവൈസേഴ്സും താഴെ പറയുന്ന ഫോമില ആയിരിക്കും. ഡി ഈക്വൽ ടു പി വൺ റേസ്റ്റ് എ വൺ ഇൻറ്റു പി ടു റേസ്റ്റ് എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ്റ്റ് എ ആർ ഇൻറ്റു ക്യൂ വൺ റേസ്റ്റ് ബി വൺ ഇൻറ്റു ക്യൂ ടു റേസ്റ്റ് ബി ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ക്യൂ എസ് റേസ്റ്റ് ബി എസ്, where 0 less than or equal to ai less than or equal to ki and 0 less than or equal to bi less than or equal to ji. ദെൻ ഈ പ്രൊഡക്റ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഡി ഈക്വൽ ടു പി വൺ റേസ്റ്റ് എ വൺ ഇൻറ്റു പി ടു റേസ്റ്റ് എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ്റ്റ് എ ആർ ഇൻറ്റു ക്യൂ വൺ റേസ്റ്റ് ബി വൺ ഇൻറ്റു ക്യൂ ടു റേസ്റ്റ് ബി ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ക്യൂ എസ് റേസ്റ്റ് ബി എസ്, വേർ 0 less than or equal to ai less than or equal to ki and 0 less than or equal to bi less than or equal to ji. Then d1 equal to p1 raised to a1 into p2 raised to a2 into etc. into pr raised to ar എന്നും d2 equal to q1 raised to b1 into q2 raised to b2 into etc. into qs raised to bs എന്നും ചൂസ് ചെയ്യുകയാണെങ്കിൽ d equal to d1 into d2 എന്ന് കിട്ടും. Then p1 raised to a1 into p2 raised to a2 into etc. into pr raised to ar into p1 raised to k1 minus a1 into p2 raised to k2 minus a2 into etc. into pr raised to kr minus ar equal to p1 raised to k1 into p2 raised to k2 into etc. into pr raised to kr ആയതുകൊണ്ട് അതായത് m ആയതുകൊണ്ട് d1 m ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഇതുപോലെ q1 raised to b1 into q2 raised to b2 into etc. into qs raised to bs into q1 raised to j1 minus b1 into q2 raised to j2 minus b2 into etc. into qs raised to js minus bs equal to q1 raised to j1 into q2 raised to j2 into etc. into qs raised to js ആയതുകൊണ്ട് d2 n ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ദെൻ പി ഐകളൊന്നും തന്നെ ഒരു ക്യൂ ജേസിനോടും ഈക്വൽ അല്ലാത്തതുകൊണ്ടും പി ഐകളും ക്യൂ ജേസും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ടും d1 ആൻഡ് d2 റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ എം ഇൻറ്റു എന്നിൻ്റെ ഏതൊരു പോസിറ്റീവ് ഡിവൈസർ d ചൂസ് ചെയ്താലും ആ ഡിവൈസർ d ഈക്വൽ ടു d1 ഇൻറ്റു d2 where d1 divides m, d2 divides n and gcd of d1 d2 equal to 1 ഈ ഒരു ഫോമുല ആയിരിക്കും. ഇതാണ് നമുക്ക് ഈ ലെമ്മയിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. Then next theorem, if small f is a multiplicative function and capital F is defined by capital F of n equal to sigma d divides n small f of d, then capital F is also multiplicative. അതായത് സ്മോൾ എഫ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ന്യൂ നമ്പർ തിയറിറ്റിക് ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഇതുപോലെ ഡിഫൈൻ ചെയ്താൽ ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു സിഗ്മ ഡി ഡിവൈഡ്സ് എൻ സ്മോൾ എഫ് ഓഫ് ഡി ഫോർ ഓൾ എൻ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എഫും ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. ക്യാപിറ്റൽ എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏത് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എമ്മും എന്നും ചൂസ് ചെയ്താലും ക്യാപിറ്റൽ എഫ് ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എം ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ആയിരിക്കണം. ഇത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എമ്മും എന്നും ചൂസ് ചെയ്യുക. ദെൻ പ്രീവിയസ് ലെമ്മ യൂസ് ചെയ്യുമ്പോൾ എം ഇൻറ്റു എന്നിൻ്റെ എല്ലാ ഡിവൈസർ ഡി എയും യുണീക്ക്ലി എമ്മിൻ്റെ ഒരു ഡിവൈസർ ഡി വണ്ണിൻ്റെയും എന്നിൻ്റെ ഒരു ഡിവൈസർ ഡി ടുവിൻ്റെയും പ്രൊഡക്റ്റായിട്ട് എഴുതുവാൻ സാധിക്കും. വേർ ജി സി ഡി ഓഫ് ഡി വൺ കോമ ഡി ടു ഈക്വൽ ടു 1. Then capital F of m into n equal to summation over d divides mn f of d, which is equal to summation over d1 divides m d2 divides n f of d1 into d2. d1 ഉം d2 ഉം റിലേറ്റീവ്ലി പ്രൈമും സ്മോൾ എഫ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനും ആയതുകൊണ്ട് സ്മോൾ എഫ് ഓഫ് d1 d2 ഈക്വൽ ടു എഫ് ഓഫ് d1 ഇൻറ്റു എഫ് ഓഫ് d2 ആയിരിക്കും. അത് അപ്ലൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു summation over d1 divides m d2 divides n small f of d1 into small f of d2 എന്ന് കിട്ടും. Then summation over d1 divides m d2 divides n f of d1 into f of d2 equal to summation over d1 divides m f of d1 into summation over d2 divides n f of d2 ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എമ്മിൻ്റെ ഡിവൈസേഴ്സ് d11 d12 ആൻഡ് d13, എന്നിൻ്റെ ഡിവൈസേഴ്സ് d21 ആൻഡ് d22 ഇതുപോലെയാണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ സമ്മേഷൻ ഓവർ d1 ഡിവൈഡ്സ് എം d2 ഡിവൈഡ്സ് എൻ എഫ് ഓഫ് d1 ഇൻറ്റു എഫ് ഓഫ് d2 ഈക്വൽ ടു എഫ് ഓഫ് d11 ഇൻറ്റു എഫ് ഓഫ് d21
plus f of d11 into f of d22 plus f of d12 into f of d21 plus f of d12 into f of d22 plus f of d13 into f of d21 plus f of d13 into f of d22 ആണ്. അതുപോലെ summation over d1 divides m f of d1 equal to f of d11 plus f of d12 plus f of d13. Summation over d2 divides n f of d2 equal to f of d21 plus f of d22. അങ്ങനെയാണെങ്കിൽ അവയുടെ പ്രൊഡക്റ്റ് summation over d1 divides m f of d1 into summation over d2 divides n f of d2 equal to f of d11 plus f of d12 plus f of d13 into f of d21 plus f of d22. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ സം തന്നെ കിട്ടും. സോ summation over d1 divides m d2 divides n f of d1 into f of d2 equal to summation over d1 divides m f of d1 into summation over d2 divides n f of d2. ഇത് യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു summation over d1 divides m small f of d1 into summation over d2 divides n small f of d2 എന്ന് കിട്ടും. then summation over d1 divides m small f of d1 equal to capital F of m ആണ്. അതുപോലെ summation over d2 divides n small f of d2 equal to capital F of n ആണ്. so capital F of mn equal to capital F of m into capital F of n whenever m and n are relatively prime. അതിൽ നിന്നും ക്യാപിറ്റൽ എഫ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയുവാൻ സാധിക്കും. ഇതാണ് ഈ തിയറത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഈ തിയറം യൂസ് ചെയ്തിട്ട് ടോ ഫംഗ്ഷനും സിഗ്മ ഫംഗ്ഷനും മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് കൊറോളറിയിൽ. ദി ടോ ഫംഗ്ഷൻ ടോ ആൻഡ് സിഗ്മ ഫംഗ്ഷൻ സിഗ്മ ആർ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻസ്. നമ്മൾ പ്രീവിയസ് തിയറത്തിൽ പറഞ്ഞു എഫ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ സ്മോൾ എഫ് ഓഫ് ഡി. ഇതുപോലൊരു ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഡിഫൈൻ ചെയ്താൽ ക്യാപിറ്റൽ എഫ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കുമെന്ന് നമുക്കറിയാം. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു 1 ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണ്. അതുപോലെ ഫോർ എനി ഇൻറ്റിജർ കെ എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ റേസ്ഡ് കെ എന്നുള്ള ഫംഗ്ഷനും ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണ്. ഇതിൽ കെ ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്താൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണെന്ന് കിട്ടും. ടോ ഫംഗ്ഷൻ്റെ സിഗ്മ നൊട്ടേഷനിലുള്ള റെപ്രസെൻറ്റേഷൻ ടോ ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ 1 ആണ്. എഫ് ഓഫ് എൻ ഈക്വൽ ടു 1 ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് പ്രീവിയസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ 1 ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് ടോ ഫംഗ്ഷൻ ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. സിമിലർലി സിഗ്മ ഫംഗ്ഷൻ്റെ സിഗ്മ നൊട്ടേഷനിലുള്ള റെപ്രസെൻറ്റേഷൻ സിഗ്മ ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ ഡി ആണ്. എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ എന്ന് ചൂസ് ചെയ്താൽ സിഗ്മ ഫംഗ്ഷനെ ഇതുപോലെ നമുക്ക് എഴുതാം. സിഗ്മ ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡി. എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ എന്നുള്ള ഫംഗ്ഷൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേറ്റീവ് ആയതുകൊണ്ട് പ്രീവിയസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡിയും ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. ദെയർഫോർ സിഗ്മ ഫംഗ്ഷൻ ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. ഇത് രണ്ടുമാണ് ഈ കൊറോളറിയിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, if f is a multiplicative function and capital F is defined by capital F of n equal to summation over d divides n small f of d, then verify capital F of 28 equal to capital F of 4 into capital F of 7. അതായത് സ്മോൾ എഫ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ പ്രീവിയസ് തിയറത്തിലുള്ളതുപോലെ ക്യാപിറ്റൽ എഫ് ഡിഫൈൻ ചെയ്യുന്നു. ദെൻ ക്യാപിറ്റൽ എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ആവുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏത് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എമ്മും എന്നും ചൂസ് ചെയ്താലും ക്യാപിറ്റൽ എഫ് ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എം ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ആയിരിക്കും. ഈ റിസൾട്ട് 4നും 7നും വെരിഫൈ ചെയ്യുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. 4ഉം 7ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 28ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് 1, 2, 4, 7, 14 ആൻഡ് 28 ഇവയാണ്. ദെൻ ക്യാപിറ്റൽ എഫ് ഓഫ് 28 ഈക്വൽ ടു summation over d divides 28 small f of d which is equal to small f of 1 plus f of 2 plus f of 4 plus f of 7 plus f of 14 plus f of 28. then 4ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് 1, 2 ആൻഡ് 4ഉം 7ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് 1 ആൻഡ് 7ഉമാണ്. 1 ഈക്വൽ ടു 1 ഇൻറ്റു 1, 2 ഈക്വൽ ടു 2 ഇൻറ്റു 1, 4 ഈക്വൽ ടു 4 ഇൻറ്റു 1, 7 ഈക്വൽ ടു 1 ഇൻറ്റു 7, 14 ഈക്വൽ ടു 2 ഇൻറ്റു 7, 28 ഈക്വൽ ടു 4 ഇൻറ്റു 7. ഇവ യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് 28 ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് 1 ഇൻറ്റു 1
plus f of 2 into 1 plus f of 4 into 1 plus f of 1 into 7 plus f of 2 into 7 plus f of 4 into 7 എന്ന് കിട്ടും. Then small f ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് small f of 1 into 1 equal to f of 1 into f of 1, f of 2 into 1 equal to f of 2 into f of 1, f of 4 into 1 equal to f of 4 into f of 1, f of 1 into 7 equal to f of 1 into f of 7, f of 2 into 7 equal to f of 2 into f of 7, f of 4 into 7 equal to f of 4 into f of 7. കാരണം അവയെല്ലാം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് 28 ഈക്വൽ ടു small f of 1 into small f of 1 plus f of 2 into f of 1 plus f of 4 into f of 1 plus f of 1 into f of 7 plus f of 2 into f of 7 plus f of 4 into f of 7 എന്ന് കിട്ടും, which is equal to f of 1 plus f of 2 plus f of 4 into f of 1 plus f of 1 plus f of 2 plus f of 4 into f of 7. അതൊന്ന് അറേഞ്ച് ചെയ്താൽ ക്യാപിറ്റൽ എഫ് ഓഫ് 28 ഈക്വൽ ടു small f of 1 plus f of 2 plus f of 4 into f of 1 plus f of 7 എന്ന് കിട്ടും. Then 4ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് 1, 2 and 4ഉം 7ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് 1 and 7ഉം ആയതുകൊണ്ട് f of 1 plus f of 2 plus f of 4ന് പകരം summation over d divides for f of d എന്നും f of 1 plus f of 7ന് പകരം summation over d divides 7 f of d എന്നും റീപ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. So capital F of 28 equal to summation over d divides 4 f of d into summation over d divides 7 f of d. Then summation over d divides 4 f of d equal to capital F of 4 summation over d divides 7 f of d equal to capital F of 7 ആയതുകൊണ്ട് capital F of 28 equal to capital F of 4 into capital F of 7 എന്ന് കിട്ടും. ഇത് വെരിഫൈ ചെയ്യുവാനാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then next question, let f and g be multiplicative functions that are not identically 0 and such that f of p raised to k equal to g of p raised to k for each prime p and k greater than or equal to 1. Prove that f equal to g. അതായത് എഫും ജിയും രണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് നമ്പർ തിയററ്റിക് ഫങ്ഷൻസ്, രണ്ട് ഫങ്ഷൻസും ഐഡൻറ്റിക്കലി 0 അല്ല. അതുപോലെ ഫോർ എനി പ്രൈം പി ആൻഡ് ഫോർ എനി കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 f of p raised to k equal to g of p raised to k ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ f equal to g എന്ന് പ്രൂവ് ചെയ്യുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ട് ഫങ്ഷൻസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുവാൻ അവയുടെ ഡൊമൈനിലെ ആർബിട്രറി ആയിട്ടൊരു പോയിന്റ് എക്സ് ചൂസ് ചെയ്താൽ f of x equal to g of x ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ എഫും ജിയും നമ്പർ തിയററ്റിക് ഫങ്ഷൻസ് ആയതുകൊണ്ട് അവയുടെ ഡൊമൈനിലെ പോയിന്റ്സ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. സോ f equal to g എന്ന് പ്രൂവ് ചെയ്യുവാൻ ആർബിട്രറി ആയിട്ടൊരു പോസിറ്റീവ് ഇൻറ്റിജർ n ചൂസ് ചെയ്തിട്ട് എഫ് ഓഫ് എൻ ഈക്വൽ ടു ജി ഓഫ് എൻ ആണെന്ന് വെരിഫൈ ചെയ്താൽ മതി. ലെറ്റ് എൻ ബി എനി ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റിജർ. നമുക്കറിയാം ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനെയും n ഈക്വൽ ടു p1 റേസ് ടു k1 ഇൻറ്റു p2 റേസ് ടു k2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pr റേസ് ടു kr where p1 p2 എക്സെട്ര pr ആർ ഡിസ്റ്റിങ് പ്രൈംസ് ആൻഡ് k1 k2 എക്സെട്ര kr ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഈ ഫോമിൽ യൂണീക്ക്ലി എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്ന്. Then f of n equal to f of p1 raised to k1 into p2 raised to k2 into etc into pr raised to kr. പിഐകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആയതുകൊണ്ട് പി ഐ റേസ് ടു കെ ഐകളെല്ലാം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ എഫ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് പി വൺ റേസ് ടു കെ വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ ഈക്വൽ ടു എഫ് ഓഫ് പി വൺ റേസ് ടു കെ വൺ ഇൻറ്റു എഫ് ഓഫ് പി ടു റേസ് ടു കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് പി ആർ റേസ് ടു കെ ആർ എന്ന് കിട്ടും. Then for any prime p and for any k greater than or equal to 1 f of p raised to k equal to g of p raised to k ആയതുകൊണ്ട് which is equal to g of p1 raised to k1 into g of p2 raised to k2 into etc into g of pr raised to kr. Then g ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് which is equal to g of p1 raised to k1 into p2 raised to k2 into etc into pr raised to kr. p1 raised to k1 into p2 raised to k2 into etc into pr raised to kr equal to n ആയതുകൊണ്ട് which is equal to g of n. So for any positive integer n f of n equal to g of n, therefore f equal to g. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. Then next question, prove that if f and g are multiplicative functions, then so is their product f into g and quotient f by g
whenever the later function is defined. അതായത് എഫും ജിയും രണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അവയുടെ പ്രൊഡക്റ്റ് എഫ് ഇൻറ്റു ജി ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കുമെന്നും എഫ് ബൈ ജി ഡിഫൈൻഡ് ആണെങ്കിൽ ആ ഫംഗ്ഷനും ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കുമെന്നുമാണ് ഈ പ്രോബ്ലത്തിൽ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി റിലേറ്റീവ്ലി പ്രൈമായ രണ്ട് ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എമ്മും എന്നും ചൂസ് ചെയ്യുക. ദെൻ നമുക്കറിയാം എഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ആണെന്ന്. സോ എഫ് ജി ഓഫ് എം എൻ ഈക്വൽ ടു എഫ് ഓഫ് എം എൻ ഇൻറ്റു ജി ഓഫ് എം എൻ. ദെൻ എഫ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനും എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈമും ആയതുകൊണ്ട് എഫ് ഓഫ് എം എൻ ഈക്വൽ ടു എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ ആണ്. Similarly, g of mn equal to g of m into g of n. So, fg of mn equal to f of m into f of n into g of m into g of n. Then, അതൊന്ന് അറേഞ്ച് ചെയ്താൽ which is equal to f of m into g of m into f of n into g of n. Then, f of m into g of m equal to fg of m ഉം f of n into g of n equal to fg of n ഉം ആയതുകൊണ്ട് which is equal to fg of m into fg of n. So, fg of mn equal to fg of m into fg of n whenever m and n are relatively prime. Therefore, fg is a multiplicative function. ഇതുപോലെ f by g defined ആണെങ്കിൽ f by g of mn equal to f of mn divided by g of mn ആണ്. കാരണം f by g of x equal to f of x by g of x for all x belongs to R ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ എഫ് ബൈ ജി ഓഫ് എം എൻ ഈക്വൽ ടു എഫ് ഓഫ് എം എൻ ഡിവൈഡഡ് ബൈ ജി ഓഫ് എം എൻ എന്ന് കിട്ടും. ദെൻ എഫും ജിയും മൾട്ടിപ്ലിക്കേറ്റീവ് ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ ഓൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് എം ഇൻറ്റു ജി ഓഫ് എൻ. ദെൻ അതൊന്ന് അറേഞ്ച് ചെയ്താൽ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എം ബൈ ജി ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ ബൈ ജി ഓഫ് എൻ. ദാറ്റ് ഈസ് എഫ് ബൈ ജി ഓഫ് എം ഇൻറ്റു എഫ് ബൈ ജി ഓഫ് എൻ. Therefore, f by g of mn equal to f by g of m into f by g of n whenever m and n are relatively prime. Hence, the quotient f by g is also multiplicative.